ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് 65. നമ്മൾ ഇതുവരെ 37 ഉപനിഷത്തുകൾ കണ്ടു കഴിഞ്ഞു. ഇന്ന് 38ാമത്തായിട്ട് നിരാലംബോപനിഷത്താണ് എടുക്കുന്നത്. അതിൽ ഇന്ന് നമുക്ക് സർവ ദുഃഖങ്ങളും ശമിക്കാൻ അറിയേണ്ടത് എന്താണെന്ന് പറഞ്ഞു തരികയാണ്. അതെന്താണെന്ന് നോക്കാം. സർവ ദുഃഖങ്ങളും നമുക്ക് ദുഃഖങ്ങളെല്ലാം ഉണ്ടാകുന്നതിന് കാരണം എന്താണ്, അത് ഒഴിവാക്കണ്ടെങ്കിൽ അറിയേണ്ട കാര്യങ്ങൾ എന്താണ്, അതായത് ഈ പ്രപഞ്ച രഹസ്യം, എന്തിനാണ് ഈ പ്രപഞ്ചം ഉണ്ടായത്, നമ്മളെ എന്തിനാണ് സൃഷ്ടിച്ചത് എന്നെല്ലാം അതിൻ്റെ പിന്നിലുള്ള കാര്യം മനസ്സിലാക്കുമ്പോൾ പിന്നെ നമ്മളെ ദുഃഖമെല്ലാം തൽക്കാലം ഇല്ലാതായിപ്പോകും. അതാണ് പറയാൻ പോകുന്നത്. നമുക്ക് ഇന്നത് നോക്കാം. പല വിഷയങ്ങളും ഓരോ വിഷയങ്ങളായിട്ട് ഇവിടെ വിസ്തരിച്ച് പറയുകയാണ്. അപ്പം നമുക്ക് ആദ്യത്തെ 1ഉം 2ഉം എന്താണ് പറയുന്നതെന്ന് നോക്കാം. ഹരി ഓം. നിരാലംബോപനിഷത്ത്. ഓം നമഃ ശിവായ ഗുരവേ സച്ചിദാനന്ദമൂർത്തയേ നിഷ്പ്രപഞ്ചായ ശാന്തായ നിരാലംബായ തേജസേ നിരാലംബം സമാശ്രിത്യ സാലംബം വിജഹാദിയ സാ സംന്യാസീ ച യോഗീ ച കൈവല്യം പദമശ്നുതേ. ശിവനും ഗുരുവും സച്ചിദാനന്ദ സ്വരൂപമായവനും പ്രപഞ്ചരഹിതനും ശാന്തനും ആചാര്യരഹിതനും തേജോമയനുമായ പരമാത്മാവിന് നമസ്കാരം. നിരാലംബമായ പരമതത്വത്തെ ആഗ്രഹിച്ച് പ്രപഞ്ചത്തെ ഉപേക്ഷിച്ചു കഴിയുന്നവനാണ് സന്യാസി. അവനാണ് യോഗി. അവൻ മോക്ഷം പ്രാപിക്കുന്നു. ഇതില് ശിവനും ഗുരുവും സച്ചിദാനന്ദ സ്വരൂപനുമായ ബ്രഹ്മത്തെ പറ്റിയാണ് പറയുന്നത്. പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായോ അതിനെപ്പറ്റിയാണ് പറയുന്നത്. പ്രപഞ്ചരഹിതനും, അതിന് പ്രപഞ്ചമൊന്നുമില്ല. ആദ്യം അത് മാത്രമേ ഉണ്ടായിരുന്നു. അതിൽ നിന്നൊരംശം പ്രപഞ്ചമായി മാറി. അപ്പം ഈ പ്രപഞ്ചമായിട്ട് അതിന് ബന്ധമൊന്നുമില്ല. അപ്പം ആ പ്രപഞ്ചരഹിതനും ശാന്തനും, അത് ശാന്തവുമാണ്. ആദ്യം പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുമ്പിൽ അത് ശാന്തമാണ്. എന്താണോ പ്രപഞ്ചമായി മാറിയത് ആ സംഗതി ശാന്തമായിരുന്നു. ആചാരരഹിതനും, അതിനൊരാചാരങ്ങളുമില്ല, ഒരു യുഗവുമില്ല, അതിൻ്റെ മുകളിലോ ആരുമില്ല, ആകെ അതേ ഉള്ളൂ. തേജസ്സുള്ളവനും, കാരണം അതിൻ്റെ തേജസ്സിൽ നിന്നാണ് ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടായിട്ടുള്ളത്. ആ പരമാത്മാവിന് നമസ്കാരം പറയുകയാണ്. അത് പറഞ്ഞുകൊണ്ട് തുടങ്ങിയാണ്. കാരണം ഈ പ്രപഞ്ചത്തിൻ്റെ പിന്നിൽ, സൃഷ്ടിക്ക് പിന്നിലുള്ള ശക്തിവിശേഷത്തെ ഇത് നമസ്കാരം പറഞ്ഞുകൊണ്ട്, അപ്പോൾ ഈ പ്രപഞ്ചത്തിനെല്ലാം നാഥനായിട്ടുള്ള, ഈ പ്രപഞ്ചം ഉണ്ടാകുന്നതിന് പിന്നിലുള്ള എല്ലാത്തിനും കാരണഭൂതമായ ആ പരമാത്മാവിൻ്റെ പേര് പരമാത്മാവ്, അതിന് നമസ്കാരം പറഞ്ഞുകൊണ്ട് ഇതിൽ തുടങ്ങിയാണ്. നിരാലംബമായ പരമതത്വത്തെ ആശ്രയിച്ച് പ്രപഞ്ചത്തെ ഉപേക്ഷിച്ച് കഴിയുന്നവനാണ് സന്യാസി. ഇവിടെ സന്യാസിനെ ഒന്ന് പരിചയപ്പെടുത്തി തരികയാണ്. ആ പരമതത്വത്തെ മാത്രം ആശ്രയിച്ച്, ബാക്കി ഒന്നിനെയും ആശ്രയിക്കാതെ അതിൽ മാത്രം, ഇപ്പം പറഞ്ഞ പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായോ അതിനെ മാത്രം ആ പരമതത്വത്തെ ആശ്രയിച്ച്, അതെന്താണെന്നൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു സംഗതിയൊന്നും അവിടെ നമുക്ക് ഭാവനയിലോ ഒരു രൂപത്തിലൊന്നും കാണാൻ പറ്റില്ല. അപ്പൊ അതിനെ, ആ തത്വത്തെ, അതൊരു തത്വമാണ്, അല്ലാതെ വേറെ രൂപത്തിലൊന്നും പറയാൻ പറ്റില്ല. ഒരു സംഗതി എന്ന് പറയില്ല. അത്തരത്തിൽ അതിനെ ആശ്രയിച്ച് പ്രപഞ്ചത്തെ ഉപേക്ഷിച്ച് കഴിയുന്നവനാണ് സന്യാസി. എന്നിട്ട് ഈ പ്രപഞ്ചത്തെ ഉപേക്ഷിക്കും, അവനാണ് സന്യാസി. നമ്മളിപ്പോൾ ഇവിടെ സന്യാസി എന്നെല്ലാം പറയുന്ന പ്രപഞ്ച കാര്യങ്ങളിലെല്ലാം തലയിട്ട് നടക്കുന്നവരെല്ലാം സന്യാസി എന്ന് നമ്മൾ വിളിക്കാമല്ലോ ഉണ്ട്.
ഇപ്പം വീട്ടിൽ വല്ലവരും ഭിക്ഷാക്ക് വരികയാണെങ്കിൽ അത് ആ സന്യാസി വന്നിരിക്കുന്നതെന്നെല്ലാം പറയും. പക്ഷേ അവര് പ്രപഞ്ചത്തെ ത്യജിച്ചവരാണ്. പ്രപഞ്ചമായിട്ട് അവർക്ക് ഒരു ഇടപാടും ഇല്ല. പിന്നെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് മാത്രം ഇവിടെ നിന്നും കൈനീട്ടിയിട്ട് ആദ്യ സമയങ്ങളിലെല്ലാം ഭക്ഷണം സ്വീകരിച്ചെന്ന് വരും. അതിൽ കൂടുതൽ ഒന്നുമില്ല. പ്രപഞ്ചത്തെ ഉപേക്ഷിച്ചു. നമ്മളെല്ലാം പ്രപഞ്ചത്തിലാണ് ജീവിക്കുന്നത്. അവർക്ക് ഈ പ്രപഞ്ചവുമായിട്ട് ഒരു ബന്ധവുമില്ല. പക്ഷെ ആദ്യം വിശപ്പെല്ലാം ഉണ്ടാവുമല്ലോ. അപ്പോൾ വല്ലയിടത്തുനിന്നും കൈ നീട്ടിയിട്ട് കിട്ടുന്ന വാങ്ങി കഴിക്കും. അതാണ് പ്രപഞ്ചമായിട്ട് അവനുള്ള ആകെ ഒരു അടുപ്പം. ബാക്കി ഒരടുപ്പവും അവർ കാണിക്കില്ല. അങ്ങനെയുള്ളവരാണ് സന്യാസി. ഇപ്പം സന്യാസി വേദം പറയുന്ന ഉപനിഷത്ത് പറയുന്ന സന്യാസിനെ നമ്മൾ ശരിക്ക് ഈ രൂപത്തിൽ മനസ്സിലാക്കണം. അവനാണ് യോഗിയും. അവനെ മാത്രമേ യോഗി എന്നും പറയുന്നതിൽ അർത്ഥമുള്ളൂ. അവൻ മോക്ഷം പ്രാപിച്ചവൻ. അവൻ മോക്ഷം പ്രാപിച്ചു. അപ്പം മോക്ഷം ആർക്കാണ് ഉള്ളതെന്ന് വെച്ചാൽ ഈ പ്രപഞ്ചത്തെ ത്യജിച്ചിട്ട് പോകുന്നവനാണ് മോക്ഷമുള്ളത്. അവനാണ് സന്യാസി, അവനാണ് യോഗി, അവനാണ് മോക്ഷമുള്ളത്. ബാക്കിയുള്ളവരെല്ലാം ഈ പ്രപഞ്ച കാര്യങ്ങളിൽ ഭൗതിക ലോകങ്ങളിൽ ജീവിക്കുന്നവരാണ്. ഇതാണ് അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ വേറെ വഴിയൊന്നുമില്ല. അവിടെ ഇവിടെയും കാലിട്ട് നിൽക്കാനൊന്നും പറ്റില്ല. ഒന്നിക്കലെല്ലാം കളഞ്ഞു കെട്ടി പോയി പോകും. പിന്നെ ഇതുമായിട്ട് ഒരു ബന്ധവും പാടില്ല. വിശക്കുമ്പം പലയിടത്തൊന്നും കൈ നീട്ട് അത് തന്നെ ആകെ പറഞ്ഞിരിക്കുന്നത്. ബാക്കി ഉടുതുണി പോലും ആരോടും കൈ കൂട്ടേണ്ട ആവശ്യമൊന്നുമില്ല. റോട്ടും കിട്ടും, കളഞ്ഞത് കിട്ടും, അതെല്ലാം എടുത്തിട്ട് ഉപയോഗിച്ചാൽ കിടക്കാൻ ഏതെങ്കിലും സ്ഥലമുണ്ടോ? അപ്പോൾ ഒന്നിനും ആശ്രയിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ആദ്യ സമയങ്ങളിൽ ഭക്ഷണം അത് വിശക്കുമ്പോൾ ചിലപ്പോൾ കൈ നീട്ടി കിട്ടുന്നത് കഴിക്കും. അവരാണ് സന്യാസി. വേറെ ലോകമായിട്ട് ഒരു ബന്ധവുമില്ല. അവനാണ് യോഗി. അവർക്കാണ് മോക്ഷമുള്ളത്. അല്ല ബാക്കിയുള്ളവർക്കൊന്നും മോക്ഷം ഇല്ല. ഇനി 3 എന്താണ് പറയുന്നത് നോക്കാം. യേഷാം അജ്ഞാന ജന്തൂനാം സമസ്താരിഷ്ടശാന്തയേ യദ്യദ്ബോധവ്യമഖിലം തദാശങ്ക്യ ബ്രവീമ്യഹം. അജ്ഞാനികളായ സർവജീവജാലങ്ങളുടെയും സർവ ദുഃഖങ്ങളും ശമിക്കാൻ ഏതെന്നാണോ അറിയേണ്ടത് അതിവിടെ പറയാം. ഇതിലാണ് നമ്മളെ വിഷയം പറയുന്നത്. അജ്ഞാനികളായ സർവ്വ ജീവജാലങ്ങളുടെയും എല്ലാ ജീവജാലങ്ങളും അജ്ഞാനികളാണ്. അവരുടെ സർവ്വ ദുഃഖങ്ങളും ശമിക്കാൻ ഏതെന്നാണോ അറിയേണ്ടത് അതിവിടെ പറയാം. അപ്പൊ എല്ലാ ജീവജാലങ്ങളും അജ്ഞാനികളാണ്. അവർ ദുഃഖത്തിലാണ് ജീവിക്കുന്നത്. എന്തുകൊണ്ടാണ് എല്ലാവർക്കും ദുഃഖം എന്ന് പറയുന്നത്? മനുഷ്യൻ കർമ്മം ചെയ്യേണ്ടിക്കൽ അവനെന്തെങ്കിലും കാര്യസാധ്യത ഇല്ലാതിരിക്കണം. അപ്പൊ അവന് ആഗ്രഹങ്ങൾ ഉണ്ടാക്കും. ആഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ കിട്ടുന്നത് വരെ എന്തായിരിക്കും? ദുഃഖം തന്നെയായിരിക്കും. കിട്ടിയില്ലാലോ എന്നുള്ള ദുഃഖം. അപ്പൊ കിട്ടാൻ വേണ്ടിയാണ് പിന്നെ അവൻ അതിന് പിന്നാലെ നടക്കുന്നത്. അപ്പൊ നമ്മളെല്ലാം കർമ്മം ചെയ്യാൻ, ലോക പുരോഗതിക്ക് കർമ്മം ചെയ്യാനാണ് ജനിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഉള്ളിൽ എന്തുണ്ടാക്കും? ഓരോ ആഗ്രഹങ്ങൾ, എന്ത് കർമ്മമാണോ ചെയ്യേണ്ടത് അതിന് വേണ്ട ആഗ്രഹങ്ങൾ ഉണ്ടാക്കും. ഇപ്പൊ എന്നെ കൊണ്ടൊരു വീട് വെപ്പിക്കണ്ടെങ്കിൽ എന്നിലൊരാഗ്രഹം ഉണ്ടാകാം, വീട് വെപ്പിക്കുക. എന്നെ കൊണ്ട് ഒരു വേദകാര്യങ്ങൾ പറയണാനാണെങ്കിൽ അതെന്ത് ചെയ്യും? എന്നിലൊരാഗ്രഹം ഉണ്ടാക്കും, വേദങ്ങൾ പറയാനുള്ള. അതിൻ്റെ പിന്നാലെ ഞാൻ നടക്കും. ഒരിക്കലും സാറ്റിസ്ഫൈഡ് ആവില്ല. സാറ്റിസ്ഫൈഡ് ആയ പിന്നെ ഞാൻ ചെയ്യാൻ പോകുന്നില്ല. അപ്പൊ എല്ലാവരും ദുഃഖത്തിലാണ്. ആഗ്രഹം ഉണ്ടാവുക എന്ന് പറയുമ്പോൾ അത് സാധിച്ചിട്ടില്ല എന്നാണ് അർത്ഥം. സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ ആഗ്രഹമില്ല. അപ്പൊ എല്ലാവർക്കും ഒന്ന് സാധിക്കുമ്പോൾ വേറൊരു ആഗ്രഹം ഉണ്ടാക്കിയെടുക്കും. അപ്പൊ എപ്പോഴും മനുഷ്യൻ ദുഃഖത്തിൽ തന്നെയാണ്. അതുകൊണ്ട് ഒരാളും ഈ സത്യം മനസ്സിലാക്കണം. നമ്മളെ ആഗ്രഹങ്ങളോ ദുഃഖങ്ങളോ ഒരിക്കലും തീരാൻ പോകുന്നില്ല. കാരണം നമ്മൾ കർമ്മം ചെയ്യേണ്ടിട്ട് നമ്മൾക്ക് ഇങ്ങനെ ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടാക്കി അതിൽ അതൃപ്തി ഉണ്ടാക്കി കിട്ടുന്നില്ലല്ലോ എന്നുള്ള നിലയിൽ നമ്മൾ അതിൻ്റെ പിന്നാലെ ഓടി നടക്കും. നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാനാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എത്ര കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാൻ പോകുന്നില്ല? ആഗ്രഹ നിവൃത്തി ഉണ്ടായാലും എപ്പോഴും ദുഃഖം തന്നെയായിരിക്കും മനുഷ്യൻ, ഈ സത്യം മനസ്സിലാക്കുന്നത് വരെ. അതുകൊണ്ട് എല്ലാ സർവ്വ ദുഃഖങ്ങളും ശമിക്കാൻ ഏതെന്നാണോ അറിയേണ്ടത് അതിവിടെ പറയും. അതാണ് ഇവിടെ പറഞ്ഞു തരാൻ പോകുന്നത്. പ്രപഞ്ചം എങ്ങനെയെല്ലാം സൃഷ്ടിച്ചത്, എന്നിട്ട് എന്താണ് അത് ചെയ്യിപ്പിക്കുന്നത് എന്നെല്ലാം പറഞ്ഞു തരികയാണ്.
അപ്പൊ അതാണ് ഇനിയുള്ളതിലൂടെ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പൊ ദുഃഖത്തിന്റെ കാരണം എന്താണ്? അങ്ങനെയാണ് സൃഷ്ടിച്ചിട്ടിരിക്കുന്നത്. അല്ല നമ്മൾ ആഗ്രഹം സാധിച്ചു പോയാലൊന്ന് ആലോചിച്ച് നോക്കിയേ. എല്ലാം സാധിച്ചു കഴിഞ്ഞു പിന്നെ നമുക്ക് എന്താവും? നിരാശ തോന്നും, വിരക്തി തോന്നും, പിന്നെ നമ്മൾ സന്യാസത്തിലേക്ക് പോകും. അപ്പോൾ ഇത് ഈ ഭൗതിക ലോകം വിടും, അവരാണ് സന്യാസിക്ക് പോകുന്നത്. എല്ലാ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം കർമ്മമുണ്ടെങ്കിൽ അവരിൽ ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് കർമ്മങ്ങളിലേക്ക് പ്രേരിപ്പിക്കുന്നത്. ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് എന്ത് തോന്നില്ല, ഇത് ശരിക്കും ഉൾക്കൊള്ളാൻ പറ്റുമെങ്കിൽ പിന്നെ നമുക്ക് നിരാശ തോന്നില്ല, ദുഃഖം തോന്നില്ല. ഓ ഇതെല്ലാം എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി ചെയ്യിക്കുന്നതാണ് എന്നുള്ള ചിന്ത വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കെന്തില്ല, ദുഃഖം ഇല്ല. അപ്പൊ അതിന് അറിയേണ്ട ഈ അടിസ്ഥാന തത്വങ്ങളാണ് പറഞ്ഞു തരാൻ പോകുന്നത്. ഇനി 4 എന്താണ് പറയുന്നത് നോക്കാം. കിം ബ്രഹ്മ ക ഈശ്വര കോ ജീവ ക പ്രകൃതി ക പരമാത്മാ കോ ബ്രഹ്മ കോ വിഷ്ണു കോ രുദ്ര ക ഇന്ദ്ര ക ശമന ക സൂര്യ ക ചന്ദ്ര കേ സുര കേ അസുര കേ പിശാച കേ മനുഷ്യ ക സ്ത്രീയ കേ പശ്ചാദയ കിം സ്ഥാവരം കേ ബ്രാഹ്മണാദയ കോ ജാതി കിം കർമ്മ കിമകർമ്മ കിം ജ്ഞാനം കിം അജ്ഞാനം കിം സുഖം കിം ദുഃഖം ക സ്വർഗ കോ നരക ബന്ധ കോ മോക്ഷ ക ഉപാസ്യ ക ശിഷ്യ കോ വിദ്വാൻ കോ മൂഢ കിമാസുരം കി തപ കി പരമം പദം കിം ഗ്രാഹ്യം കിമഗ്രാഹ്യം ക സന്യാസി ത്യാശങ്ക്യാഃ ബ്രഹ്മേതി. ബ്രഹ്മം, ഈശ്വരൻ, ജീവൻ, പ്രകൃതി, പരമാത്മാവ്, ബ്രഹ്മാവ്, വിഷ്ണു, രുദ്രൻ, ഇന്ദ്രൻ, ചന്ദ്രൻ, സൂര്യൻ, അസുരന്മാർ, പിശാചുക്കൾ, മനുഷ്യർ, സ്ത്രീകൾ, സ്ഥാവരം, മൃഗാദികൾ, ബ്രാഹ്മണാദികൾ, ജാതി, കർമ്മം, അകർമ്മം, ജ്ഞാനം, അജ്ഞാനം, സുഖദുഃഖം, സ്വർഗം, നരകം, ബന്ധു, മോക്ഷം, ഉപാസിക്കേണ്ടതാരെ, ആരാണ് ശിഷ്യൻ, ആരാണ് വിദ്വാൻ, ആരാണ് മൂഢൻ, ആസുരമായത്, പരമപദം, തപസ്, ഗ്രാഹ്യം, അഗ്രാഹ്യം, സന്യാസം ഇവയെല്ലാം ബ്രഹ്മത്തിന്റെ രൂപങ്ങളാണെന്നറിയുക. ഇതിലെന്താ പറയുന്നതെന്ന് വെച്ചാൽ ബ്രഹ്മം. അപ്പൊ എവിടെ നിന്ന് തുടങ്ങി പറയാ? ആദ്യം ഒരു ബ്രഹ്മമുണ്ട്, അതാണ് പ്രപഞ്ചമായി മാറിയത്. പ്രപഞ്ചമായി മാറുമ്പോൾ എന്തെല്ലായിട്ടാണ് മാറിയതെന്ന് ഇനി പറയാൻ പോകുന്നത്. ഈശ്വരൻ, പ്രപഞ്ചം പിന്നെ ഈശ്വരനാകുന്നുണ്ട്, ജീവനാകുന്നുണ്ട്, പ്രകൃതി, പരമാത്മാവ്, ബ്രഹ്മാവ്, വിഷ്ണു, രുദ്രൻ, ഇന്ദ്രൻ, ചന്ദ്രൻ, സൂര്യൻ, അസുരന്മാർ, പിശാചുക്കൾ, മനുഷ്യർ, സ്ത്രീകൾ, മൃഗാദികൾ, സ്ഥാവരം, ബ്രാഹ്മണാദികൾ, ജാതി, കർമ്മം, അകർമ്മം, ജ്ഞാനം, അജ്ഞാനം, സുഖം, ദുഃഖം, സ്വർഗം, നരകം, ബന്ധു, മോക്ഷം, ഉപാസിക്കേണ്ടത് ആരെ, ഇതെല്ലാം ആരെങ്കിലും ഉപാസിക്കേണ്ടത് അവര്. ആരാണ് ശിഷ്യർ, ആ ശിഷ്യര്. ആരാണ് വിദ്വാൻ, ആ വിദ്വാൻമാര്. ആരാണ് മൂഢൻ, ആരെങ്കിലും മൂഢനുണ്ടെങ്കിൽ അവരാരാണ്, അതും. ആസുരമായത് എന്താണ്, അത്. തപസ്, പരമപദം, ഗ്രാഹ്യമായതും അഗ്രാഹ്യമായതും, സന്യാസി, സന്യാസം, ഇവയെല്ലാം ബ്രഹ്മത്തിൻ്റെ രൂപങ്ങളാണെന്ന് അറിയുക. അപ്പൊ ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ബ്രഹ്മം തന്നെയാണ് ആയിരിക്കുന്നത്. ആദ്യം ബ്രഹ്മമേ ഉണ്ടായിരുന്നുള്ളൂ, അത് പിന്നെ പലതായിട്ട് മാറുമ്പോൾ അത് തന്നെയാണ് പലതായിട്ട് മാറിയിരിക്കുന്നത്. ഒരു സ്വർണ്ണക്കടയിൽ ചെന്ന് കഴിഞ്ഞാൽ
അവിടെ കാണുന്ന വളയും മാലയും എല്ലാ കമ്മലും എന്തെല്ലാം ഉണ്ടല്ലോ അതെല്ലാം സ്വർണം തന്നെയാണ്. നമുക്ക് തോന്നുന്നത് പലതായിട്ട് തോന്നുമെങ്കിൽ എല്ലാം സ്വർണം തന്നെയാണ്. അതുപോലെ തന്നെ ആ ബ്രഹ്മം തന്നെയാണ്. ദ്വയമായിട്ടായത് കൊണ്ടാണ് ദുഃഖവും അത് തന്നെ, സുഖവും അത് തന്നെ. അസുരന്മാരും അത് തന്നെ, ദേവന്മാരും അത് തന്നെ. ബ്രഹ്മാവും വിഷ്ണു മഹേശ്വരനും എല്ലാം അത് തന്നെ. സന്യാസി അത് തന്നെ. ഗ്രാഹ്യവും അഗ്രാഹ്യവുമായ എല്ലാം ബ്രഹ്മത്തിൻ്റെ രൂപങ്ങളാണ്. ആ ബ്രഹ്മം തന്നെയാണ് ഇതെല്ലാമായിട്ട് മാറിയിട്ടുള്ളതെന്നുള്ള ആദ്യ പ്രപഞ്ച രഹസ്യം. ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം കാണുന്നതോ അതെല്ലാം ബ്രഹ്മം തന്നെ ആയി മാറിയതാണ്. ഞാനും അതായി മാറിയതാണ്. ഈ സത്യമാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പം ഞാനും ബ്രഹ്മമാണ്, എൻ്റെ ശത്രുവും ബ്രഹ്മമാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് ശത്രുത ഉണ്ടാവുന്നത്? നമ്മളെ പ്രശ്നങ്ങൾ അതോടെ തീരും. ഞാനും ബ്രഹ്മമാണ്, ആ കാണുന്ന ശത്രുവും ബ്രഹ്മമാണ്. ഞാനും ബ്രഹ്മമാണ്, ആ കാണുന്ന ചെടിയും ബ്രഹ്മമാണ്. ബ്രഹ്മാവും ബ്രഹ്മമാണ്, വിഷ്ണുവും ബ്രഹ്മമാണ്. എല്ലാം ബ്രഹ്മമാണെങ്കിൽ പിന്നെ ഞാനിവരും തമ്മിൽ എന്താ വ്യത്യാസമുള്ളത്? നമ്മൾ ആരെയാണ് മഹാനായിട്ടോ അല്ലെങ്കിൽ നീചമായിട്ടോ കാണുന്നത്? ഒന്നിനെയും കാണാൻ പോകുന്നില്ല. അപ്പൊ ഇന്ന് നമ്മൾ പലതിൻ്റെയും പിന്നാലെ ഓടി നടക്കുകയാണ്. എന്നെ രക്ഷിക്കാൻ അവരെ പിന്നാലെ പോകണം, ഇതിലെ പിന്നാലെ പോയി കഴിഞ്ഞാൽ രക്ഷിക്കുന്നത്. ഇതെല്ലാം മിഥ്യയാണ്. കാരണം ഞാൻ തന്നെയാണ് അവിടെ ഇരിക്കുന്നത്. എവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അതങ്ങ് ഒരു വലിയ ഉദ്യോഗസ്ഥ സ്ഥാനത്ത് ഇരുന്ന് കഴിഞ്ഞാലും, ഒരു അമ്പലത്തിൽ ഇരുന്ന് കഴിഞ്ഞാലും, ഒരു പള്ളിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ എല്ലാം ഞാൻ തന്നെയാണ് എന്ന ചിന്ത വന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ആരെ പിന്നാലെയും ഓടി നടക്കില്ല. നമുക്ക് ദുഃഖമില്ല. ഈ സത്യം ഉൾക്കൊള്ളാൻ പറ്റണം. നമുക്കത് പറ്റുന്നില്ല. അപ്പോഴാണ് മക്കൾക്ക് എന്തെങ്കിലും രോഗം വരുമ്പോൾ നമുക്ക് സങ്കടം ഉണ്ടാവും. അടുത്ത ശത്രുവിന് എന്തെങ്കിലും രോഗം വരുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നും. ഇതെല്ലാം എന്തുകൊണ്ടാണ് തോന്നുന്നത്? അത് ശത്രുവാണ്, ഇതും മകനാണ്, എൻ്റെ ആളാണ്, ഇങ്ങനെയെല്ലാം ചിന്തിക്കുന്നത് കൊണ്ടാണ്. എല്ലാം ബ്രഹ്മമാണ് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മളുടെ പ്രശ്നങ്ങൾ സോൾവായി. ഈ സത്യം ഉൾക്കൊള്ളണം. ആ ബ്രഹ്മമാണ് എല്ലാമായിട്ട് മാറിയിരിക്കുന്നത്. ആധുനിക സയൻസിൽ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ശരീരവും എല്ലാവരുടെ ശരീരവും വെറും ഇലക്ട്രോണും പ്രോട്ടോണും മാത്രമാണ്. നമ്മൾ ഈ ലോകത്തെ കാണുന്ന കെട്ടിടങ്ങളും പലതരം കെട്ടിടങ്ങളുമായിട്ട് അന്തം വിട്ട് നോക്കുന്നുണ്ട്. എല്ലാത്തിലും ഉള്ളത് എൻ്റെ സിമെന്റും കോൺക്രീറ്റും മറ്റേ കുന്തും എല്ലാം തന്നെയാണ്. വേറെ ഒന്നുമില്ല. പണ്ട് കട്ടയെല്ലാം ഉണ്ടായിരുന്നു. ഇപ്പം കട്ടക്കൊന്നും വലിയ സാരമില്ല. എല്ലാം സിമെന്റും ചല്ലിയും എല്ലാം കൂട്ടി കുറച്ച് കുറെ കമ്പി വിട്ടിട്ട് വാർത്തിരിക്കുന്ന കെട്ടിടങ്ങൾ പല രൂപത്തിൽ വാർത്തുന്നേ. എല്ലാം ഒന്നും തന്നെ സംഗതി. ആ രൂപത്തിൽ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ എന്തിനാണ് വീട് നിർമ്മിക്കുന്നത്, മറ്റേ ഓഫീസ്? അതിനെല്ലാം ഓരോ ധർമ്മങ്ങളുണ്ട്. അതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ നമ്മളെ സൃഷ്ടിച്ച ഒരു ജോലി ചെയ്യാനാണ്. വേറെ ആളെ കളക്കാൻ വേണ്ടി വരുന്നവനെ സൃഷ്ടിച്ചിരിക്കുന്നത് കളക്കാൻ വേണ്ടിയാണ്. അത് തന്നെയാണ് കളക്കാൻ വരുന്ന അങ്ങേരായിട്ട് മാറിയിരിക്കുന്നത്. അത് തന്നെയാണ് ഞാനായിട്ട് മാറിയിരിക്കുന്നത്. പിന്നെ അവരും ഇവരും തമ്മിൽ എന്താ വ്യത്യാസമുള്ളൂ? ഒരു വ്യത്യാസവും ഇല്ല. ഈ സത്യം ഉൾക്കൊള്ളാൻ പറ്റണം. ഇതാണ് ഉപനിഷത്ത് പഠിപ്പിക്കുന്ന ആദ്യത്തെ തത്വം. നമുക്കതിന് പറ്റുന്നില്ല. നമ്മളെല്ലാം വ്യത്യസ്തമായി കാണാൻ ശ്രമിക്കുകയാണ്. ഇവർക്ക് പറഞ്ഞതല്ല ആത്മീയത. ഇവർക്ക് ദുഃഖവും തീരാൻ പോകുന്നില്ല. ഈ വ്യത്യസ്തമായി കാണുന്നതുകൊണ്ടാണ് തമ്മിൽ തല്ലുന്നത്. ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ തമ്മിൽ തല്ലി എല്ലാം കുളമാക്കി മാറ്റുന്നത് എന്തുകൊണ്ടാണ്? ദുഃഖത്തിലെല്ലാം കൊണ്ട് ചാടുന്നത് ഈ സത്യം ഉൾക്കൊള്ളാൻ പറ്റാത്തത് കൊണ്ടാണ്. എല്ലാത്തെയും ബ്രഹ്മമായി കാണാൻ പറ്റണം. നമ്മുടെ ഈ ഇടത്തെ കൈയും വലത്തെ കൈയും തമ്മിൽ ഏറ്റുമുട്ടുന്നില്ല. എന്തുകൊണ്ട്? ഇത് രണ്ടും ഒരു ശരീരത്തിന്റെ ഭാഗമാണെന്ന് നമുക്കറിയാം. ഈ ശരീരത്തിൽ തന്നെയാണ് ഇതുള്ളത്. അതുപോലെ തന്നെയാണ് ആ ബ്രഹ്മമാണ് എല്ലാമായിട്ട് മാറിയത്. ആ ബ്രഹ്മമാണ് എല്ലാം കൂടിയതാണ് ആ ബ്രഹ്മം. ആ ബ്രഹ്മത്തിന്റെ തലയാണ് എൻ്റെ എല്ലാവരുടെയും തല. ആ ബ്രഹ്മം നമ്മളിലോട്ട് ചിന്തിക്കുന്നു, വേറെ ആളെ കൊണ്ടേയും ചിന്തിക്കുന്നു, എല്ലാത്തിലൂടെയും ചിന്തിക്കുന്നു, പലതരത്തിൽ ചിന്തിപ്പിക്കുന്നതേ ഉള്ളൂ. പക്ഷെ എല്ലാ സത്യം എന്താണ്? ആ ബ്രഹ്മം തന്നെയാണ് ഇത്തലയും അത്തലയും എല്ലാ തലയും. ആ സത്യം ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ ഇപ്പം ബ്രഹ്മാവും വിഷ്ണുവും ഞാനും എല്ലാം ഒന്ന് തന്നെയാണെന്ന് ചിന്തിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നം തീർന്നു. അത് ചിന്തിക്കാൻ കഴിയാത്തിടത്തോളം കാലം ആരുടെ പ്രശ്നവും ദുഃഖവും തീരാൻ പോകുന്നില്ല. ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ, ഞാൻ ഇതെല്ലാം വ്യത്യസ്തമായി കാണാൻ ശ്രമിക്കുന്നിടത്തോളം കാലം
ഈ അടിസ്ഥാന തത്വം എല്ലാം ബ്രഹ്മമാണ് എന്ന സത്യം അംഗീകരിക്കാത്തിടത്തോളം കാലം മനുഷ്യന് സമാധാനം കിട്ടില്ല. അതാകുമ്പോൾ എന്തായി തീരും? സന്യാസിയായി തീരും. ഇനി ഈ പറഞ്ഞ ഓരോന്നിനെയും എടുത്തു പറഞ്ഞു തരികയാണ്. എന്താണ് ബ്രഹ്മം, എന്താണ് ഈശ്വരൻ, എങ്ങനെയാണ് ഈ ബ്രഹ്മമോ ഇതെല്ലാം ഇത് മാറിയത് എന്നാണ് പറഞ്ഞു തരാൻ പോകുന്നത്. അത് നമുക്ക് അടുത്തതിൽ കാണാം.